ഡിംപിൾ ഇതേ ബർത്ത്ഡേക്കൊക്കെ പോയിട്ട് ഇന്ന് രാവിലെയാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേയുടെ അന്ന് കേക്ക് മുറിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഡിംപിൾ ഇന്ന് വന്നിട്ട് പറഞ്ഞു നമുക്കന്ന് ഇന്ന് ഡിന്നർ പുറത്തുനിന്ന് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഡിംപിളിൻ്റെ ബർത്ത്ഡേ ട്രീറ്റ് ആയിട്ട് പിസ്സയും ഫ്രൈഡ് റൈസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പം മിണ്ടാണ്ട് അരുൺ ഐസ്ക്രീമിൻ്റെ ഈ ഒരു കേക്ക് ഐസ്ക്രീം കേക്ക് പോലത്തെയാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനൊരു ബോക്സിൽ വരും, ഇങ്ങനെ നമുക്ക് പുള്ളി ചെയ്ത് പുറത്തെടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആകെ 320 രൂപയേ ഉള്ളൂ. സൊമാറ്റോ എന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഓഫറിൽ കിട്ടുവേ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു ഫാമിലിക്ക് ഒറ്റയടിക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഇത് കഴിച്ചു തീർക്കാം. ഇതിപ്പോൾ ഞങ്ങളും പിള്ളേരും ഒക്കെ കഴിച്ചു. അങ്ങനെ ഒരു വൈകിപ്പോയൊരു ബർത്ത്ഡേ ആഘോഷമാണ് കേട്ടോ. സംഭവം അവിടെ ഡിംപിൾ ആൻസൻ്റെ അവിടെ ബർത്ത്ഡേ കേക്ക് കിട്ടിയത് ആഘോഷിച്ചെങ്കിലും ഞങ്ങളില്ലായിരുന്നല്ലോ. സോ ഞങ്ങൾ ഓർത്തു, ഞങ്ങളെന്നല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ കേക്ക് മുറിക്കണം. പിന്നെ ഡിംപിളിന് കേക്ക് ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ബട്ടർ സ്കോച്ചും ഇഷ്ടമാണെന്ന് നൈസായിട്ട് ഞാൻ ചോദിച്ചറിഞ്ഞു. അങ്ങനെ വേഗം ഞാൻ ഓർഡർ ചെയ്തു. ഇതേ പിള്ളേർ കാത്തിരിക്കും. മമ്മി എപ്പോഴും പറയും ബർത്ത്ഡേക്ക് അമ്മമാർക്കാണ് ആദ്യം കേക്ക് കൊടുക്കുക. അത് ശരിയാണ്, അമ്മമാരുടെ ഒരു ദിവസമാണല്ലോ. അങ്ങനെ ദേ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എന്താണ്, പിള്ളേർ അവരുടെ സന്തോഷം കണ്ടല്ലോ. അവർക്ക് ഇതൊക്കെയാണല്ലോ. പിസ്സ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു ചാക്കോ ഒരു 2 ആഴ്ചയായിട്ട് പിസ്സ വേണമെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ നൈസായിട്ട് ഒഴിവാക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഡിംപിളെന്ന് വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. വന്നതും കണ്ടു, പിസ്സ തീരുന്നതും കണ്ടു കേട്ടോ. അത്രയ്ക്കും ഹാപ്പി ആയിരുന്നു. അങ്ങനെ ദേ ഡിംപിളിന് എന്താ പറയുക, ഇനിയുള്ള വർഷങ്ങൾ അടിപൊളിയായിട്ടും വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യാണ് കേട്ടോ. കാരണം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഫ്ലാറ്റ് പണി നടക്കുന്നുണ്ട്. അതിൽ എന്താ പറയുക, ഭയങ്കര ഇൻറ്റീരിയറൊക്കെ ചെയ്ത് അടിപൊളിയാക്കണം എന്നൊക്കെ കുറേ ആംബിഷൻസ് ആയിട്ട് ഇപ്പോൾ മറ്റേത് ഡിംപിളിനെ കുട്ടി എന്നുള്ള ചിന്ത മാത്രമാണെങ്കിൽ ഇപ്പം സ്വന്തമായിട്ടും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വേണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും അവർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. എന്നാലും ബർത്ത്ഡേക്കായിരിക്കും കൂടെ കുറച്ച് എക്സ്ട്രാ ഇരിക്കട്ടെ അല്ലേ. അപ്പം വിചാരിച്ച എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റട്ടെ. എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും